നമ്മൾ ഇന്നത്തെ പരിപാടിയേ തണ്ണിമത്ത നടയാണ്. തണ്ണിമത്ത 2 വെറൈറ്റിയാണ്. ഇത് ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ മുക്കാസ F1, ഇത് സുമാഷിയുടെ രഞ്ജാനി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. മുക്കാസ കടും പച്ച നിറത്തിൽ ഒരു 3 കിലോ 4 കിലോ തൂക്കം വരുന്നതാണ്. രഞ്ജാനി വലിയ കായാണ്, പച്ച വെള്ളയിൽ പച്ച വരെയുള്ള ഒരു 10-12 കിലോ ഒക്കെ നമുക്ക് കിട്ടും ഒരു കായ. നല്ല മധുരവും നിറമുള്ള ഇനങ്ങളാണ്. അപ്പോൾ അതിനൊപ്പം എന്ത് ചെയ്യണമെന്നറിയോ? വളങ്ങൾ കൊടുക്കണം. അടിവളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂക്ഷ്മമൂലക്കൂട്ട് ഒരു 10-15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഇലയിൽ കൊടുക്കണം. അതിപ്പോൾ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണയുണ്ട്, പ്രൈവറ്റ് കമ്പനികൾ ഒരുപാട് ഇറക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ നടിയിൽ തുടങ്ങാം. വിത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം ആഴത്തിൽ വിത്ത് നടേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ആദ്യത്തെ വിരലിൻ്റെ ആദ്യത്തെ വരയില്ലേ, അത്ര ആഴത്തിൽ നട്ടാൽ മതി. ചീരയൊക്കെ ആണെങ്കിലും ഭാര്യ വെതറിയാൽ മതി. അതിൻ്റെ മുകളിൽ മണ്ണിടേണ്ട കാര്യമൊന്നുമില്ല. അധികം താഴ്ന്നു പോയാൽ വിത്ത് മുളച്ച് പൊന്തി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് തടങ്ങൾ തമ്മിൽ നമ്മളൊരു 2.5 മീറ്റർ അകലം കൊടുത്തിട്ടുണ്ട്. ഇതിന് പടരാനുള്ള സ്ഥലം വേണ്ടേ, സൂര്യപ്രകാശം നന്നായിട്ട് വേണ്ട വിളയാണ് തണ്ണിമത്തൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, വിത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടുമ്പോൾ കല്ലോ കട്ടയോ ഒന്നും അതിൻ്റെ മുകളിലിടാൻ പാടില്ല. അതിനെ പൊന്തിച്ചിട്ട് പുതിയ തൈകൾ വളർന്നു വരാൻ അത് വിഷമമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. തണ്ണിമത്തനൊക്കെ നല്ല കാശുണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് കർഷകർക്ക്. 20 രൂപ കിലോയ്ക്ക് കിട്ടിയാൽ പോലും നല്ല ഡിമാൻഡുള്ള സാധനമാണ് വേനൽക്കാലം. കണ്ടില്ല, നമ്മൾ വിത്ത് എപ്പോഴും മുളപ്പിച്ചിട്ടേ നടാവും. ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കുക, ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കോട്ടൺ തുണിയിൽ കെട്ടി വയ്ക്കുക. ദിവസം ഒരു നേരമെങ്കിലും ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പുറത്തെടുത്ത് വയ്ക്കുക. ജസ്റ്റ് നനവ് കിട്ടിയാൽ മതി. പിന്നെ ഉള്ള ദിവസങ്ങളിൽ ഒന്ന് മുക്കിയിട്ട് അപ്പോഴും തന്നെ എടുത്ത് മാറ്റണം, വെള്ളത്തിൽ ഇടരുത്. നമ്മൾ ആദ്യം വിത്ത് കെട്ടുന്നതിന് മുന്നേ 2 മണിക്കൂർ വെള്ളത്തിൽ ഇടണം. അത് കഴിഞ്ഞിട്ട് ദിവസം ഒരു നേരമെങ്കിലും വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് എടുത്ത് വയ്ക്കുക. നേരിട്ട് സൂര്യപ്രകാശം തട്ടാത്തൊരു സ്ഥലത്ത് ജനലിൻ്റെ അരിയിൽ അങ്ങനെ വയ്ക്കുക. ഒരു 3-4 ദിവസം കൊണ്ട് എല്ലാത്തിലും ജെർമിനേഷൻ ഉണ്ടാകും. മുള പൊട്ടും. മുള പൊട്ടിയാൽ നമുക്ക് നടാം. വിത്ത് കൂടുതലും നശിക്കാതെ കിട്ടും. കാര്യം ഹൈബ്രിഡ് വിത്തല്ലേ, വലിയ വിലയുണ്ട്. ഓക്കെ, കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക. ഏകദേശം ഒരു 75 സെൻറ്റിലാണ് നമ്മളിപ്പം നടുന്നത് തണ്ണിമത്തനെ. അപ്പോൾ ഇനി ഒരുപാട് ഒരു സംശയം ചോദിക്കും, വിത്ത് എവിടെ കിട്ടുമെന്നുള്ള. വിത്തിനുള്ള നമ്പർ ഞാൻ താഴെ ചേർക്കാം. നിങ്ങൾ അടുത്ത കടയിലുണ്ടാവും. അവിടെ ഇല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വിത്ത് അയച്ചു തരും, പാർസൽ അയച്ചു തരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.